In this video, we are going to discuss the next topic, that is query optimization. So in the third module, we have already discussed how to represent queries in SQL. Okay, so in this topic, we have to understand how these queries are processed. Okay, so these are the various steps involved in processing a query. Okay, so here we have provided an SQL query. The query is like that: select some attributes such as P number, D number, L name, address, and date of birth from three tables, that is project, department, and employee. And the condition is, the original condition is P location is equal to Stafford, and the other two conditions are used to join the three tables. Okay, then we have already know how this query works. അല്ലേ, നമുക്ക് ഓൾറെഡി അറിയാം ഈ ക്വറി എങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നതെന്ന്. ഇവിടെ ഈ ക്വറി കൊണ്ട് മീൻ ചെയ്യുന്നത് പ്രൊജക്റ്റ് ലൊക്കേഷൻ സ്റ്റാഫോർഡ് ഉള്ള പ്രൊജക്റ്റ് നമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ, ലാസ്റ്റ് നെയിം, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് റിട്രീവ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് 3 ടേബിൾസ് യൂസ് ചെയ്താലേ പറ്റുള്ളൂ, സിംഗിൾ ടേബിളിൽ നിന്ന് പറ്റില്ല. ഓക്കെ, അപ്പോൾ 3 ടേബിൾസ് യൂസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു നോട്ട് ഓൺലി പ്രൊവൈഡ് ദ ഒറിജിനൽ കണ്ടീഷൻ, വി ഹാവ് ടു പ്രൊവൈഡ് ദ ജോയിൻ കണ്ടീഷൻ, ജോയിനിങ് കണ്ടീഷൻസും കൂടെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 3 ടേബിൾസിനോട് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ജോയിൻ കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ടേബിളും ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ടേബിളും ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡീനം വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അതേ കണക്ക് ഡിപ്പാർട്ട്മെൻറ്റും എംപ്ലോയിയും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടുത്തെ SSN നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, സോ സ്റ്റെപ്സ് ഇൻവോൾവ് നമുക്ക് നോക്കാം. ക്വറി ഇൻ എ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോസസ്സ്, ഇത് ഇത്രയാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്കാനിങ്, പാഴ്സിങ് ആൻഡ് വാലിഡേറ്റിംഗ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ക്വറി ഒപ്റ്റിമൈസർ. തേർഡ് വൺ ഇസ് ക്വറി കോഡ് ജനറേറ്റർ. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് റൺ ടൈം ഡേറ്റാബേസ് പ്രോസസ്സർ. ഓക്കെ, സോ നമ്മൾ എഴുതുന്ന SQL ക്വറീനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കാനിങ്, പാസിങ്, വാലിഡേറ്റിംഗ് അതിലോട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ ക്വറീനെ ഈ സ്കാനിങ്, പാസിങ്, വാലിഡേറ്റിംഗ് എന്ന് പറഞ്ഞ ഫേസിലോട്ട് പോകുമ്പോൾ വാട്ട് ആർ ദ ചേഞ്ചസ് ഒക്കേഴ്സ്, അല്ലെങ്കിൽ അവിടെ എന്താണ് ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, സോ സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്കാനർ ഐഡൻറ്റിഫൈസ് ദി ക്വറി ടോക്കൺ സച്ച് ആസ് SQL കീവേഡ്സ്, ആട്രിബ്യൂട്ട് നെയിംസ് ആൻഡ് റിലേഷൻഷിപ്പ് നെയിംസ്. ഓക്കെ, അപ്പോൾ ഈ സ്കാനിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആ ടൈമിൽ അവർ നമ്മുടെ SQL ക്വറിനകത്തുള്ള ടേബിൾസിനെയും അതേ കണക്ക് ടേബിൾസ്, ദാറ്റ് ഈസ് ഇവിടെ ആണെങ്കിൽ പ്രോജക്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്, എംപ്ലോയി, അതേ കണക്ക് ആട്രിബ്യൂട്ട്സ്, ദാറ്റ് ഈസ് P നമ്പർ, D നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളും അതേ കണക്ക് തന്നെ കീവേഡ്സ്, SQLൻ്റെ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ സെലക്ട്, ഫ്രം, വെയർ, ഇവരെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്, സ്കാനിങ് എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പാഴ്സിങ് എന്താണെന്ന് വെച്ചാൽ പാഴ്സർ ചെക്സ് ദ ക്വറി സിൻടാക്സ്. SQL ക്വറിക്ക് ഒരു സിൻടാക്സ് ഉണ്ട്, ദാറ്റ് ഈസ് എപ്പോഴും നമ്മൾ എഴുതുന്ന സിൻടാക്സ് സെലക്ട്, ഫ്രം, വെയർ ആൻഡ് SQL ക്വറി ഷുഡ് എൻഡ് അപ്പ് വിത്ത് എ സെമിക്കോളൻ. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്ന ആരാണ്, ഈ പാഴ്സിങ് ഫേസ് ആയിരിക്കും. നെക്സ്റ്റ് ഇസ് വാലിഡേറ്റിംഗ്. വാലിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡേറ്റഡ് ബൈ ചെക്കിംഗ് ദാറ്റ് ഓൾ ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻ നെയിംസ് ആർ വാലിഡ്. വാലിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ SQL ക്വറിയിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ആട്രിബ്യൂട്ട്സും അതേ കണക്ക് തന്നെ ടേബിൾസും എല്ലാം എന്താണ്, ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓവർ ദെയർ. ഇങ്ങനത്തെ ടേബിൾസ് ഉണ്ട്, ഈ ടേബിൾസിൽ ഇങ്ങനത്തെ ടേബിൾസ് ഉണ്ട്, ഈ ടേബിൾസിലെല്ലാം ഈ ആട്രിബ്യൂട്ട്സ് ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് വാലിഡേറ്റിംഗ് പ്രോസസ്സ്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് സ്കാനിങ്, പാഴ്സിങ് ആൻഡ് വാലിഡേറ്റിംഗ്. സ്കാനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, യു ഹാവ് ടു സ്കാൻ ഓൾ ദി, അല്ലെങ്കിൽ ദ സ്കാനർ വിൽ ഐഡൻറ്റിഫൈസ് ഓൾ ദി ആട്രിബ്യൂട്ട് നെയിം, ടേബിൾ നെയിം ആൻഡ് then the SQL keywords. Parsing means parsing may എന്താ പാഴ്സിങ് ചെയ്യുന്നത്, പാഴ്സിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ it will checks the SQL syntax. Validate എന്ന് പറയുന്ന it will checks whether the attributes and relation names are valid. Okay, after this phase, ഈ ഫസ്റ്റ് സ്റ്റെപ്പിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ ആൻ ഇൻ്റർമീഡിയറ്റ് ഫോം ഓഫ് ക്വറി വിൽ ബി ജനറേറ്റഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിന് ശേഷം ആ ക്വറിയുടെ തന്നെ ഈ ഒരു ക്വറിയുടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ആ ഇൻ്റർമീഡിയറ്റ് ഫോമാണ് ഈ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് ഫോം ഇസ് റെപ്രസെൻറ്റഡ് ഹിയർ. ഓക്കെ, ഒരു ട്രീ ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. It is an internal representation of the query is then created. It is termed as query tree. Okay, ഈ ഒരു പ്രോസസ്സിന് ശേഷം ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ഓഫ് ക്വറി ജനറേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ക്വറി ട്രീ എന്ന് പറയുന്നത്. ഈ കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു SQL ക്വറീൻ്റെ
എന്തെന്ന് പറയുന്നത് ക്വറി ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡീപ്പായിട്ട് പഠിക്കണം എങ്ങനെയാണ് ഈ ക്വറി ട്രീ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നമ്മുടെ ക്വറിക്കകത്തുള്ള ടേബിൾസ്, ഇവിടെ പ്രൊജക്റ്റും ഡിപ്പാർട്ട്മെൻറ്റും എംപ്ലോയിയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അവർ തമ്മിൽ ആ 3 ടേബിൾസിനെയും ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കണ്ടീഷൻ വെച്ച് സെലക്ട് ചെയ്ത് വേണ്ടുന്ന കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് അല്ലേ? ആണല്ലോ, ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആ 3 ടേബിൾസിനെ അല്ലേ, പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ടേബിളിനെ പി, അത് ഇവിടെ ഞാൻ പ്രോജക്റ്റും ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ആദ്യം ജോയിന് പകരം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്തിരിക്കുന്നു. ആ കിട്ടിയ റിസൾട്ടിൻ്റെ കൂടെ എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളും ഞാൻ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്തിരിക്കും. അപ്പം 3 ടേബിൾസും ഇവിടെ എന്തായി കഴിഞ്ഞു, നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ജോയിൻ കണ്ടീഷൻ പ്ലസ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കണ്ടീഷൻ തൊട്ട് മുകളിൽ എഴുതുന്നു. ഇതാണ് ജോയിൻ കണ്ടീഷൻ പ്ലസ് നമ്മുടെ ക്വസ്റ്റ്യനുള്ള കണ്ടീഷൻ. അതിൽ നിന്നും എനിക്ക് വേണ്ടുന്ന ആൾക്കാരെ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇവിടെ വേണ്ടുന്ന ഇതൊക്കെയല്ലേ, അവരെ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു റിലേഷൻ ഓൾജിബ്ര ആയിട്ടാണ്. ക്വറി ട്രീ എപ്പോഴും നമ്മൾ റിലേഷണൽ ഓൾജിബ്ര ആയിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ചിലപ്പം എങ്ങനെയായിരിക്കും, SQL ക്വറി ആയിട്ടായിരിക്കും തരുന്നത്. അതിനെ നമ്മൾ ഇക്വലൻറ്റ് റിലേഷണൽ ഓൾജിബ്ര ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ഒരു intermediate query ട്രീയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വറി ഒപ്റ്റിമൈസർ. ഓക്കെ, ക്വറി ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചൂസിങ് എ സ്യൂട്ടബിൾ വൺ ഫോർ പ്രോസസ്സിങ് എ ക്വറി. ഇറ്റ് ഈസ് നോൺ ആസ് ക്വറി ഒപ്റ്റിമൈസേഷൻ. എന്ന് വെച്ചാൽ ഒരു SQL സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ക്വറി ട്രീ അല്ല നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒത്തിരി ടൈപ്പ് ഓഫ് ക്വറി ട്രീസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ക്വറി ട്രീ വേണമെങ്കിൽ ഈ SQL നമുക്ക് ഇനിയും പല ടൈപ്പ് ഓഫ് ക്വറി ട്രീസ് നമുക്ക് ജനറേറ്റ് ചെയ്യും. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വറി ട്രീ സെലക്ട് ചെയ്യുന്ന സ്റ്റെപ്പാണെന്ന് പറയുന്നത് ക്വറി ഒപ്റ്റിമൈസർ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ചൂസിങ് എ സ്യൂട്ടബിൾ വൺ ഫോർ പ്രോസസ്സിങ് എ ക്വറി ഇസ് നോൺ ആസ് ക്വറി ഒപ്റ്റിമൈസർ. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം വി വിൽ എക്സിക്യൂഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഒരു ക്വറി ഉണ്ടല്ലോ, അത് വെച്ചും കൊണ്ട് എന്ത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും, വി വിൽ ട്രൈ ടു റിട്രീവ് ദി ഇൻഫർമേഷൻസ്. ഓക്കെ, സോ എക്സിക്യൂഷൻ സ്ട്രാറ്റജി ഓർ ക്വറി പ്ലാൻ ഫോർ റിട്രീവിങ് ദി റിസൾട്ട് ഓഫ് ദ ക്വറി ഫ്രം ദി ഡേറ്റാബേസ്. എന്നുവെച്ചാൽ ആ ഒരു ഏത് ക്വറി ട്രീ ആണോ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, ബെസ്റ്റ് പ്രോസസ്സിങ് ഏതാണെന്ന് നമുക്ക് തോന്നിയത് അതിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കും, അതിൽ നിന്നും ഡേറ്റാബേസിൽ പോയി അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വറി കോഡ് ജനറേറ്റർ. ക്വറി കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് ജനറേറ്റർ ജനറേറ്റ്സ് ദ കോഡ് ടു എക്സിക്യൂട്ട് ദാറ്റ് പ്ലാൻ. നമ്മൾ ഏത് ക്വറി ട്രീ ആണോ സെലക്ട് ചെയ്തത് ആ ക്വറി ട്രീനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കോഡിനെയാണെന്ന് പറയുന്നത്, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കോഡ് നമ്മൾ റൈറ്റ് ചെയ്യും. അതാണ് ക്വറി കോഡ് ജനറേറ്റർ. ഓക്കെ, നെക്സ്റ്റ് റൺ ടൈം ഡേറ്റാബേസ് പ്രോസസ്സർ. ലാസ്റ്റ് ആ ക്വറി കോഡിനെ എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ റിസൾട്ട് ഓഫ് ദാറ്റ് ക്വറി പ്രൊഡ്യൂസ് ചെയ്യുക. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്രോസസ്സിങ് എ ക്വറി. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് വി വിൽ ഇൻപുട്ട്. നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഒരു SQL സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്കാനിങ്, പാഴ്സിങ് ആൻഡ് വാലിഡേറ്റിംഗ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വറി ഒപ്റ്റിമൈസേഷൻ. അതിന് മുന്നേ ആഫ്റ്റർ സ്കാനിങ്, പാഴ്സിങ് ആൻഡ് വാലിഡേറ്റിംഗ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഫോം ഇസ് ജനറേറ്റഡ്. ആ ഇൻ്റർമീഡിയറ്റ് ഫോമിനാണ് നമ്മൾ ക്വറി ട്രീ എന്ന് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് വി വിൽ പെർഫോം ക്വറി ഒപ്റ്റിമൈസർ ആണ് അത്. ഓക്കെ, എക്സിക്യൂഷൻ ക്വറി ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സിംഗിൾ SQL സ്റ്റേറ്റ്മെൻറ്റ് തന്നെ മൾട്ടിപ്പിൾ ക്വറി ട്രീസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ തന്നെ ഇനി അതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാനാണ് എക്സിക്യൂഷൻ പ്ലാൻ. ഇനി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ ക്വറി ട്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു കോഡ് ജനറേറ്റ് ചെയ്യണം. അതാണ് ക്വറി കോഡ് ജനറേറ്റ്. ദെൻ ആ കോഡ് നമ്മൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ ഡേറ്റാബേസിൽ നിന്നും എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ഡേറ്റാസിനെ എടുത്തുകൊണ്ട് വരിക. ദെൻ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ദ റിസൾട്ട് ഓഫ് ദറ്റ് പെർട്ടിക്കുലർ ക്വറി. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ഇത് നോക്കാം. For every project located in Stafford, retrieve the project number, the controlling department number and the department manager's last name, address and date of birth. This is the original question. നമ്മൾ പറഞ്ഞ ഒറിജിനൽ ക്വസ്റ്റ്യൻ ആണിത്. അതിൻ്റെ കറസ്പോണ്ടിങ് റിലേഷൻ ഓൾജിബ്രയാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ റിലേഷൻ ഓൾജിബ്രയൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇല്ലാത്തവർ ഒന്നും കൂടെ തേർഡ് മൊഡ്യൂൾ എടുത്തു വെച്ച് നോക്കുക. ഓക്കെ, സോ
ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പ്രോസസ്സിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഏറ്റവും ഇന്നറായിട്ടുള്ള ഇന്നർ ബ്രാക്കറ്റിൽ കിടക്കുന്നതായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ പ്രൊജക്റ്റ് ലൊക്കേഷൻ സ്റ്റാഫോട് വരുന്നത് പ്രൊജക്റ്റിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്നുള്ളവരെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്നുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും, എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളുമായിട്ട് പ്രൊജക്റ്റ് ജോയിൻ ചെയ്യും. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് നമ്മുടെ പ്രൊജക്റ്റ് നമ്പർ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ, ദെൻ ലാസ്റ്റ് നെയിം, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് ഇത്രയും നമ്മൾ റിട്രീവ് ചെയ്ത് എടുക്കും. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ എഴുതിയ SQLൻ്റെ കറസ്പോണ്ടിങ് റിലേഷണൽ ഓൾജിബ്ര. ഈ റിലേഷണൽ ഓൾജിബ്ര നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സോ ദിസ് ഈസ് എ ഇനിഷ്യൽ ക്വറി ട്രീ. ഇതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ നെക്സ്റ്റ് ലെക്ചറിൽ പഠിക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇനിഷ്യലി ഞാൻ പറഞ്ഞു ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നമ്മൾ വേണ്ടുന്ന ടേബിൾസിൻ്റെ നെയിംസ് കൊടുക്കും, അതിനുശേഷം നമ്മൾ കണ്ടീഷൻസ് ഉള്ളത് കൊടുക്കും, ഏറ്റവും മുകളിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് കൊടുക്കും. ഓക്കെ, ഇത് നമ്മുടെ ഫൈനൽ ക്വറി ട്രീ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദിസ് is initial one, this is the final one. That's all. Thank you.